ഷമീർ ചേരിങ്ങൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് കാവുംപുറത്ത് ഒരിടത്തരം കുടുംബത്തിൽ ജനനം. അടുപ്പമുള്ളവർ സാബു എന്ന് സ്നേഹത്തോടെ വിളിക്കും. ചെറിയ ക്ലാസുകളിൽ പഠിക്കുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ മണിക്കടല വിൽക്കുന്നതായിരുന്നു സാബുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ബിസിനസ്. തുടർന്ന് കശുവണ്ടി പെറുക്കിയും പൈസയ്ക്ക് കോട്ടിക്കളിച്ചും ക്രിക്കറ്റ് ടൂർണമെന്റ് കോർഡിനേറ്റ് ചെയ്തും തന്റെ വിനോദങ്ങൾക്കായുള്ള പണം സാബു കണ്ടെത്തിയിരുന്നു. പഠിക്കാൻ മോശമായിരുന്ന സാബു പ്രീ ഡിഗ്രി തോറ്റതോടെ പഠനം അവസാനിപ്പിച്ചു. കൂട്ടുകാരുമായി ചേർന്ന് വീഡിയോ കാസറ്റ് ഷോപ്പ് ആരംഭിച്ചു. എന്നാൽ അത് നഷ്ടത്തിലുമായി. തുടർന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ കാലം. സ്നേഹിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി സാമ്പത്തികം അത്യാവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ 2004 സൗദിയിലേക്ക് പറന്നു. ഒരു വൈറ്റ് കോളർ ജോലി സ്വപ്നം കണ്ട് ഏറെ നാൾ അലഞ്ഞു നടന്നു. ഒടുവിൽ നിലനിൽപ്പിനു വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ വൈറ്റ് കളർ യൂണിഫോം ഇട്ട് കരിയോയിൽ ക്ലീൻ ചെയ്യുന്ന ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ ജോലിഭാരം കൂടിയപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. വീണ്ടും അലച്ചിൽ. പിന്നീട് ഫുഡ് പ്രോസസ്സിംഗ്, പെട്രോൾ പമ്പ്, സൂപ്പർ മാർക്കറ്റ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ ജോലികൾ ചെയ്തു. ഒടുവിൽ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ ക്ലീനിംഗ് ബോയിയായി ജോലി കിട്ടി. സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു അവിടെ. പക്ഷേ സ്ഥാപനത്തിൽ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിന് വന്ന പോലീസ് അനധികൃതമായി ജോലി ചെയ്തിരുന്ന സാബുവിനെ അറസ്റ്റ് ചെയ്തു. ദിവസങ്ങളോളം ജയിൽവാസം. ശേഷം മനമടുത്ത് വീണ്ടും നാട്ടിലേക്ക്. നാട്ടിൽ നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ വീണ്ടും സൗദിയിലേക്ക്. ഇത്തവണ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിൽ താൽക്കാലികമായി ജോലി കിട്ടി. അടച്ചുപൂട്ടാറായ ആ സ്ഥാപനത്തിന്റെ മുതലാളിക്ക് നാട്ടിൽ പോകുവാൻ വേണ്ടി ഒരു സുഹൃത്തിന്റെ നിർബന്ധപ്രകാരമാണ് ആ ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ ആ സ്ഥാപനത്തിന്റെ മുതലാളി തിരികെ വരാൻ വൈകിയത് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി. സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കച്ചവടം ചെയ്യാൻ പഠിപ്പിച്ചു. സ്ഥാപനത്തെ ലാഭത്തിലാക്കി. ശമ്പളം ഉയർന്നു. നാട്ടിൽ വന്ന് സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു. സ്വന്തമായി ഒരു ബിസിനസ് എന്ന ആഗ്രഹം വന്നപ്പോൾ ജോലി ഉപേക്ഷിച്ചു. പണത്തിനായി പല വഴികൾ നോക്കി. ഒടുവിൽ വീടിന്റെ ഡോക്യുമെന്റ്സ് പണയപ്പെടുത്തി ഉപ്പ പണം നൽകി. ആ കരുതൽ സാബുവിന്റെ ജീവിതം മാറ്റിമറിച്ചു. ഉപ്പ കൊടുത്ത പണവും ഉമ്മയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും തന്റെ പ്രിയതമയുടെയും പരിപൂർണ പിന്തുണ സാബുവിൽ ആത്മവിശ്വാസം കൂട്ടി. അങ്ങനെ 2 സുഹൃത്തുക്കളുമായുള്ള പാർട്ട്ണർഷിപ്പിൽ സൗദിയിൽ തന്റെ ആദ്യ സംരംഭം തുടങ്ങി. കഠിന പ്രയത്നം കൊണ്ട് സ്ഥാപനത്തെ വളർത്തിയെടുത്തു. അങ്ങനെ സ്വന്തമായി കുർത്ത് എന്നൊരു ബ്രാൻഡ് അവരുണ്ടാക്കി. മാത്രവുമല്ല, കുർത്തിനെ ആഗോള തലത്തിലെത്തിക്കുകയും ചെയ്തു. ഇന്ന് ദുബായിലും സൗദിയിലും ചൈനയിലുമായി ലോജിസ്റ്റിക്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഹെൽത്ത്, ഇന്റീരിയർ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ തുടങ്ങി നിരവധി മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്നു സാബുവിന്റെ ബിസിനസ് സാമ്രാജ്യം. നൂറിൽ പരം തൊഴിലാളികൾ ഇന്ന് സാബുവിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. നാട്ടിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹം സ്കിൽ സോണിലേക്ക് സാബുവിനെ എത്തിച്ചു. അവസരങ്ങൾക്കായി കാത്തുനിൽക്കുകയല്ല, കഠിനാധ്വാനം കൊണ്ട് സ്വന്തമായി അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒരു യഥാർത്ഥ സംരംഭകൻ ചെയ്യേണ്ടത് എന്ന പാഠം സ്വന്തം ജീവിതത്തിലൂടെ സാബു നമ്മളെ പഠിപ്പിക്കുന്നു.